UK ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ടല്ലോ. ഞാനൊക്കെ ആദ്യമായിട്ട് UK വന്നു കഴിഞ്ഞപ്പോൾ 2021 ഞാൻ ആദ്യമായിട്ട് വന്നത്. ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈമും ആ ഒരു റഷൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ജോബ് കിട്ടാനായിട്ട് എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മാർക്കറ്റ് മൊത്തം ചേഞ്ച് ആയി, ടൈറ്റ് ആയി. മാത്രമല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് മാത്രമല്ല ഒരുപാട് സ്റ്റുഡൻസും ഫാമിലീസും കയറി വന്നിട്ടുണ്ട് 21-22 കഴിഞ്ഞിട്ട്. അപ്പോ ഇവിടെ ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ലേ ജോബ്സ് കാണുള്ളൂ. അത് കവറപ്പ് ചെയ്യാനുള്ള ആൾക്കാർ എത്തിക്കഴിഞ്ഞാല് ഒബ്വിയസ്ലി പിന്നീട് വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും ജോബ് കണ്ടുപിടിക്കാൻ നല്ല സ്ട്രഗിൾ ആയിരിക്കും എല്ലാ സ്ഥലത്തും. അതെ അതെ. അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ആ ഒരു ടൈം പീരീഡിൽ കോവിഡ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു മിക്ക സമയത്തും. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ജോബ് ഹണ്ട് ചെയ്യാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് മൾട്ടിപ്പിൾ ജോബ്സിന് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് മൾട്ടിപ്പിൾ ജോബ്സ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് തന്നെ കിട്ടാൻ പാടാ. നേരത്തെ എന്ന് പറഞ്ഞാൽ 10 ജോലിക്ക് ഒരാളെന്നൊരു സംഭവമായിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ഒരു ജോലി പോലും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ആൾക്കാരുടെ ഈ വരവ് ഇങ്ങോട്ട് കൂടിയപ്പോ ഗവൺമെന്റും റൂൾസ് സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻസിന് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള റൂൾ വന്നു. അതിനുശേഷം കെയർ വർക്കേഴ്സ് ആണെങ്കിൽ പോലും ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള റൂൾ വന്നു. ഇനിയിപ്പോ ഈ വരുന്ന 22 അടുത്ത അപ്ഡേറ്റ്സ് വരികയാണ്. പക്ഷെ അതിലെന്തൊക്കെയോ സിവിയർ ആയിട്ടുള്ള ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും കൺഫേം ആയിട്ടില്ലല്ലോ. എല്ലാവരും ഒരു അസംഷൻ പോലെ. ഇപ്പൊ ഞാൻ കേട്ട ഒരു റൂമറാണ്, ഇവിടെ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് 10 വർഷത്തെ ILR എന്ന് പറഞ്ഞ സാധനം അഫക്ട് ചെയ്യില്ല എന്ന് കേട്ടു. പക്ഷെ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് അതിനെപ്പറ്റി ഇതനുസരിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. 5 ആവും 10 ആവും എന്ന് പറയുന്നല്ലാണ്ട് ഈ പറഞ്ഞ ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ വന്നിട്ടില്ല. സപ്പോസ് ആകാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഒരുപാട് ജോബിനായിട്ട് സ്റ്റുഡന്റ് വിസ വന്ന ഒരുപാട് പേര് ഇത് അഫക്ട് ചെയ്യും. കാര്യം ഇപ്പൊ വരുന്ന റൂൾസ് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് 100 കൂടുതൽ ജോബ്സ് വിസ സ്റ്റാറ്റസിന് എടുത്ത് മാറ്റുകയാണ്. പിന്നെ ആകെ ഈ പറഞ്ഞ പോലെ സെക്യൂർ ആയിട്ട് കിട്ടുമെന്ന് പറയാൻ ചാൻസ് ഉള്ളത് അപ് ടു 2028 കെയർ വർക്കർ വിസയാണ്. അതിലും ഒരുപാട് അമെന്റ്മെന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസ് ആയിട്ട് സ്റ്റുഡൻസിൽ ഓൾറെഡി വരാൻ പറ്റുന്നില്ല. പിന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്ന് വിസ എടുത്ത് ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അതെ. അങ്ങനെ മൊത്തത്തിലൊരു ചേഞ്ചസ് നമുക്കിപ്പം 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ ഒരു 4 years ബാക്കാണ് UK അല്ല ഇപ്പം നിൽക്കുന്നത് അല്ലേ? 2021 എല്ലാം കുറച്ചും കൂടി ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ജൂലൈ 22 ശേഷം ഇനി ഭയങ്കര മേജർ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇനി ഇപ്പോൾ ഓൾറെഡി സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ റൂൾ ആയിട്ടുണ്ട്. പക്ഷെ ഇനി തൊട്ട് അത് അവർക്ക് അതായത് ഡിപ്പെൻഡൻസിന് A ലെവൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് A ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഒരു RQF6 കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അത് ഇത്രയും നാളും ഉള്ളതിനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഇനി ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരുപാട് മാറ്റം. പിന്നെ PhD സ്റ്റുഡൻസിന് മാത്രമേ ഇനി ഡിപ്പെൻഡൻസ് മാത്രമല്ല ഈ ഗ്രാജുവേറ്റ് വിസ എന്ന് പറയുന്ന നമ്മുടെ 2 വർഷത്തെ സ്റ്റേ ബാക്കും അവർ വെട്ടിക്കുറച്ച് 18 months ആക്കാൻ പോവാണ്. അതിലും ഒരു ഇത് വരുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ച കോഴ്സ് റിലേറ്റ് ചെയ്തൊരു ജോബിന്റെ ഓഫർ ലെറ്റർ കിട്ടിയാൽ മാത്രമേ PSW തൊട്ട് അപ്രൂവ് ആയി കിട്ടുള്ളൂ. നമ്മൾ വന്ന സമയത്ത് അങ്ങനെയല്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞു, PSW അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ 100 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 99 പേർക്കും PSW ഗ്രാൻഡഡ് ആവുന്നുണ്ട്. ഇപ്പൊ എന്തേലും ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ഒരാൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പോ പഠിച്ച ഫീൽഡിലെ ജോലി കിട്ടിയാൽ മാത്രമേ PSW ഗ്രാൻഡഡ് ആവുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് സ്ട്രഗിൾ ചെയ്യും. കാര്യം ഒരിക്കലും എംപ്ലോയേഴ്സ് അത്രയും ഹൈ സാലറി വെച്ചിട്ട് 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം, ഇപ്പൊ 18 months എന്ന് പറയുമ്പോൾ 1.5 വർഷമേ കിട്ടുള്ളൂ. 1.5 വർഷത്തേക്ക് ഇത്രയും ഹൈ സാലറിയിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്വിയസ്ലി മിക്കവാറും കമ്പനികൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യില്ല. അവർക്ക് ഇവിടെ ഒരു ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ സാലറി സിമിലർ സാലറി ആണെങ്കിൽ പോലും ലോങ് ടേമിലേക്ക് അവര് ഒരു എംപ്ലോയി ഇൻവെസ്റ്റ് ചെയ്യാൻ
ഇതെടുക്കുള്ളൂ. പിന്നെ അതുമല്ല പഠിച്ച കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രഷർ ആയിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിന് ഒരിക്കലും അത്രയും ഒരു ഹൈ സാലറി കൊടുത്ത് ഒരാളും ആദ്യം തന്നെ ഹയർ ചെയ്യില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും ഇവിടുത്തെ നേറ്റീവ്സ് ഉണ്ടാവും, ഇവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് കാണില്ല കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. അതായത് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് കാണില്ല. അപ്പം അത്രയും ഹൈ സാലറി കൊടുത്തിട്ട് ഒരു എംപ്ലോയർ ഇതിന് ഹയർ ചെയ്യാനുള്ള ചാൻസസും വളരെ കുറവാണ്. പിന്നെ അത് യൂണിവേഴ്സിറ്റീനെ മേജറായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഇനി യൂണിവേഴ്സിറ്റീസിൻ്റെ ഫെയിൽ റേറ്റും എത്ര ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കോഴ്സ് എന്നുള്ള റേറ്റ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ യൂണിവേഴ്സിറ്റീനെ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും നോക്കുമ്പോൾ പല യൂണിവേഴ്സിറ്റീസിൻ്റെയും ചിലപ്പോൾ അവരുടെ ലൈസൻസും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻസിന് വരാൻ തന്നെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറാൻ നല്ലൊരു സാധ്യത. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ഇപ്പം മൊത്തം ഡൗൺ ആയിട്ടിരിക്കുക. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ വരവ് കുറഞ്ഞല്ലോ, മൊത്തത്തിൽ ഇടിഞ്ഞുകൊണ്ട് അവർക്ക് ഫണ്ടിങ് ഇല്ല. ഒരുപാട് ടീച്ചേഴ്സിനെയും ഒരുപാട് പ്രോഗ്രാംസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഫണ്ടിങ് അവർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിൾസ് നല്ല രീതിയിലാണ് യൂണിവേഴ്സിറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. പിന്നെ അതേപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസിന് മാത്രമേ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾ അത്രയും ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല. ഓബ്വിയസ്ലി മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് ഒരു ഗ്രാജുവേഷനിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന് ശേഷം ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഇനി അഡ്മിഷൻ കിട്ടുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവർക്ക് അത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതേപോലെ ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ കെയർ വർക്കറോ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലോ ഒരു വിസയല്ല, മാനേജ്മെന്റ് ഫീൽഡോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഫീൽഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോൺസേർഡ് ആവാനുള്ള ചാൻസും ഭയങ്കര കുറവാണ്. സ്റ്റഡീസ് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇല്ല. അതായത് ഒന്നാമത് സാലറി ത്രഷോൾഡ് മുൻപേ ഉള്ളതെന്ന് ഓൾറെഡി കൂട്ടി 38 ആക്കി. അതിനുശേഷം ഇനിയിപ്പോൾ ഈ ഒരു 2025 മുതൽ വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് 42ലേക്ക് മാറാൻ പോകണം. അപ്പോൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുക, വർക്ക് പെർമിറ്റ് എടുക്കുക, സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുക എന്ന് പറയുന്ന സംഭവം ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡ്രീം ആയിട്ട് മാറാൻ ചിലപ്പോൾ നല്ലൊരു ചാൻസ്. ന്യൂ എൻട്രൻസ് സ്കീം വഴിയുള്ളവർക്ക് മാത്രമേ പിന്നെ ഒരു ചാൻസ്, വലിയ സാലറി വേണ്ട എന്നാലും സ്പോൺസേർഡ് ആവും. പക്ഷെ ഈ പറഞ്ഞ എംപ്ലോയേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഒബ്വിയസ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ആ ഒരു റേഞ്ചിൽ അവർ ചൂസ് ചെയ്യുള്ളൂ. അവരൊരിക്കലും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഡയറക്റ്റ് വിസ കൊടുത്ത് ഇത്രയും കാലത്തേക്ക് നിർത്താൻ ആ ഒരു ഇത് അവർ ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എംപ്ലോയീസ് നോക്കുമ്പോൾ വിസ വേണ്ടാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതായത് ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ളവരും അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു വിസ കൊടുക്കുന്നതും നല്ല എക്സ്പെൻസ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു എംപ്ലോയിനെ ഇത്രയും എന്താ പറയുക കഷ്ടപ്പെട്ട് വിസ കൊടുത്ത് ഇവിടെ നിർത്തണമെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പ്രൂവ് ചെയ്യണം. അവരുടെ മുന്നിൽ ഒബ്വിയസ്ലി വേണം. ബട്ട് എന്നാലും അവർ നോക്കുമ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് അല്ലാണ്ട് തന്നെ വർക്കേഴ്സിനെ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളപ്പോൾ. അതും ശരിയാണ്.